അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ മിഷ്കാത്ത് പഠിതാക്കളെ, നമ്മൾ തജ്വീദിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണ് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇഖ്ലാബിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ സന്ധി ചെയ്യുക എന്നാണ്. രണ്ടക്ഷരങ്ങളെ കൂട്ടി യോജിപ്പിക്കുക. ഒരു സുക്കൂനായ അക്ഷരം, ആദ്യത്തെ അക്ഷരം സുക്കൂനാവുക, ശേഷം വരുന്ന അക്ഷരത്തിന് ഹർക്കത്തും ഉണ്ടാവുക. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പഠിച്ചതിന് തെറ്റാണ്. നമ്മൾ പഠിച്ചത് ഫത്ത് കിസർ ലമ്മ് സുക്കൂൻ എന്നാണ് ഹർക്കത്ത് എന്ന് പറഞ്ഞത്. ശരിക്ക് ഹർക്കത്ത് ഫത്ത് കിസർ ലമ്മ് എന്നതാണ്. സുക്കൂൻ ഹർക്കത്തല്ല. എത്ര സുക്കൂന് ഒരക്ഷരത്തിന് സ്വാഭാവികമായി ഉള്ളൊരു ചിഹ്നമാണെന്നാണ് പറയുക. അതൊക്കെ കുറച്ച് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. തൽക്കാലം നമ്മൾ അറിഞ്ഞത് കിടക്കട്ടെ. ഫത്ത് കിസർ ലമ്മ് സുക്കൂൻ. സുക്കൂനായ അക്ഷരത്തിന് ശേഷം ഒരു ഹർക്കത്തായ അക്ഷരം വരിക, ഫത്തോ കിസ്റോ ലമ്മോ ഉള്ള അക്ഷരം വരിക. അപ്പോൾ ആ രണ്ടക്ഷരങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. സാധാരണ ഒരേ മഹ്റജുകളുള്ള അക്ഷരങ്ങളാണ് അങ്ങനെ കൂട്ടിച്ചേർക്കുക. ചിലപ്പോൾ തൊട്ടടുത്ത മഹ്റജുകളെയും അങ്ങനെ കൂട്ടിച്ചേർക്കും. അപ്പം ഇദ്ഗാം എന്ന് പറഞ്ഞാൽ സുക്കൂൻ ഉള്ള ഒരക്ഷരത്തെ ശേഷം വരുന്ന ഹർക്കത്തുള്ള അക്ഷരത്തോട് ചേർത്ത് ഒരക്ഷരമായി ഉച്ചരിക്കുക. അതിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. നമുക്കൊരു പാഠത്തിൽ തജ്വീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഇദ്ഗാമുണ്ട്. രണ്ട് ഇനം ഇദ്ഗാമുകളുണ്ട്. ഒന്നിൻ്റെ പേര് ഇദ്ഗാമുൻ ബി ഉന്നത്ത് എന്നാണ്. അൽ ഇദ്ഗാമു ബി ഉന്നത്തിൻ, മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യുക, മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുക. ആരാണ് മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞത്? നമ്മുടെ ഈ തജ്വീദുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീൻ. അപ്പോൾ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഞാൻ ഇനി പറയാൻ പോകുന്ന അക്ഷരങ്ങൾ ഏതെങ്കിലും വന്നാൽ ആ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മണിച്ച് ചേർത്ത് പറയണം. മണിച്ച് ചേർത്ത് പറയണം, ഇദ്ഗാം ചെയ്യണം എന്നർത്ഥം. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നോക്കൂ. യാ, വാവ്, നൂന്, മീം. ഒന്നുകൂടി പറയാം. യാ, വാവ്, നൂന്, മീം. ഇതിൽ ഏതെങ്കിലും ഒരക്ഷരം സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം വന്നാൽ ആ സാക്കിനായ നൂനിനെ തൻവീനിനെ മണിച്ചിട്ട് ഈ അക്ഷരത്തെ ശക്തിയാക്കി പറയണം, ശ്രദ്ധാക്കി പറയണം. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 17-ാമത്തെ ആയത്ത് നോക്കൂ. ഖുർആനും കൂടെ എടുത്തു വയ്ക്കണേ. നമ്മുടെ ഈ തജ്വീദിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഖുർആൻ ഈ പാഠഭാഗം കൂടി കയ്യിലിരുന്നോട്ടെ. 17-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لنفتنهم فيه ومن يعرض عن ذكر ربه يسلكه عذابا صعدا. ومن يعرض, من يعرض, മൻ എന്ന് പറഞ്ഞതിലുള്ള സാക്കിനായ നൂന് ശേഷം യാ വന്നിരിക്കുന്നു. പറയേണ്ടത് മൻ യുഅരിദ് എന്നല്ല, മൻ യുഅരിദ് എന്ന് പറയണം, മണിച്ച് പറയണം. ഇനി ഒരു ഉദാഹരണം ചോദിച്ചാൽ 22-ാമത്തെ ആയത്ത് നോക്കൂ. 22-ാമത്തെ ആയത്ത് പഠിക്കാനുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ നജിദ മിൻ ദൂനിഹി മുൽതഹദാ. ഖുൽ ഇന്നി ലൻ യുജീറനി എന്നാണ്. ലൻ യുജീറനി എന്നാണ്. സാക്കിനായ നൂനിന് ശേഷം യാ വീണ്ടും വന്നു. അപ്പോൾ അവിടെയും ശ്രദ്ധാക്കി മണിച്ചു പറയണം. ഈ ഗൾഫിൽ നിന്ന് വരുന്ന മുസ്ഹഫുകളിൽ ഈ അക്ഷരങ്ങൾക്ക് ഇദ്ഗാം ബി ഉന്നത്ത് എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ ആ അക്ഷരങ്ങളോടൊപ്പം ഷെദ് ചേർത്ത് കൊടുത്ത് കാണുന്നില്ല. നമ്മുടെ കേരള മുസ്ഹഫുകളിൽ അതുണ്ടാവും. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ഹഫിൽ യാ അതിന് ഷെദ് കൊടുത്തിട്ടില്ല. അത് നമ്മൾ വായിക്കുമ്പോൾ
ലൻ യുജീറനി എന്നാണ് പറയേണ്ടത്. ഇനി വേറൊന്ന് പറയുകയാണെങ്കിൽ ഇവിടെയോ ഏതൊരു സൂറത്തിൽ 21-ാമത്തെ ആയത്ത് നോക്കൂ. എന്നുള്ളത് അവിടെ വാവ് വന്നിട്ടുണ്ട്, തൻവീന് ശേഷം വാവ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3-ാമത്തെ എപ്പിസോഡിലുള്ളൂ. ബാക്കി ഉദാഹരണങ്ങളൊക്കെ മുമ്പും ഇനി ശേഷം വരാവുന്നതിനും നോക്കി കണ്ടുപിടിക്കും. അൽ ഇദ്ഗാമു ബി ഉന്നത്ത നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് അൽ ഇദ്ഗാമു ബിലാ ഉന്നത്ത്, മണിക്കാതെ ചേർത്ത് പറയണം. മണിക്കാതെ ചേർത്ത് പറയുന്നതിനാണ് അൽ ഇദ്ഗാമു ബിലാ ഉന്നത്ത് എന്ന് പറയുന്നത്. മണിക്കാതെ ലയിപ്പിച്ച് പറയുക, സന്ധിയാക്കുക എന്നർത്ഥം. അത് 2 അക്ഷരങ്ങളാണ്, ലാമും റാവുമാണ് അതിനുള്ളത്. ലാം റാ എന്നീ 2 അക്ഷരങ്ങളാണ് അൽ ഇദ്ഗാമു ബിലാ ഉന്നത്തിനുള്ള അക്ഷരങ്ങൾ. ഒന്നുകൂടി പറയാം. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ലാമോ റാഓ വന്നാൽ ആ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഷദ്ദാക്കി മാറ്റി മണിക്കാതെ ഉച്ചരിക്കണം. ഉദാഹരണം, നമ്മുടെ പാഠഭാഗത്തിലെ 16-ാമത്തെ ആയത്ത് നോക്കൂ. വാക്ക് തുടങ്ങുന്നത് തന്നെ വഅല്ലവിസ്തഖാമു അലത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖാ. ആദ്യത്തെ പദം അല്ലവിസ്തഖാമു എന്ന് പറഞ്ഞ വാക്കില് നിങ്ങളവിടെ എവിടെയും ഒരു നൂന് കാണുന്നില്ല കേട്ടോ. ആ ലാമിന് ഷദ് മാത്രം കിടപ്പുണ്ട്. ശരിക്കും അങ്ങനെയല്ല വരേണ്ടത്. വ അൻ ലൗ ഇസ്തഖാമു എന്നാണ് ആ പദത്തിൻ്റെ പ്രയോഗം. വ അൻ ലൗ ഇസ്തഖാമു എന്ന 4 പദങ്ങളെ ചേർത്താണ് വ അല്ലവിസ്തഖാമു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ വ അൻ എന്ന് പറയേണ്ട സാക്കിനായ നൂനിനെ ഷദ്ദാക്കി മാറ്റി ലയിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അല്ല എന്ന് പറഞ്ഞത്. അല്ലാത്ത വാക്ക് അറബിയിൽ അങ്ങനെ പ്രയോഗമില്ല. അവിടെ അങ്ങനെ സാക്കിനായ നൂനിനെ കളഞ്ഞെഴുതിയതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ പ്രിൻ്റ് ചെയ്ത മുസാഫുകൾക്കൊക്കെ അവിടെ നൂനുണ്ടാവും. അപ്പോൾ അവിടെ വായിക്കേണ്ടത് വല്ലവിസ്തഖാമു. ഇനി അവിടെ റായിന് പറയാവുന്ന ഉദാഹരണങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അതുകൊണ്ട് 2 ഉദാഹരണം ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയണേ. മിൻ റബ്ബിഹിം പല സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മിൻ റബ്ബിഹിം. അപ്പോൾ അവിടെ നമ്മൾ വായിക്കേണ്ടത് മിർ റബ്ബിഹിം, ഇന്നില്ലാതെ മിർ റബ്ബിഹിം. ഭാഷയൊക്കെ പഠിക്കാത്ത ഒരാൾ ഓതാൻ പറ്റുന്ന മിറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാണില്ല. അവിടെ ഡിക്ഷണറിയൊക്കെ നോക്കാൻ പോകും ആൾക്കാർ. അത് നമ്മളുടെ ഭാഷാപരമായ അറിവിൻ്റെ കുറവുകൊണ്ടാണ് എന്നേ ഉള്ളൂ. ശരിക്കും വായിക്കേണ്ടത് മിൻ റബ്ബിഹിം എന്ന് എഴുതിയിട്ട് മിർ റബ്ബിഹിം എന്ന് വായിക്കേണ്ടതാണ്. വേറെ നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഗഫൂറുൻ റഹീമുൻ. ശരിക്കും വായിക്കേണ്ടത് ഗഫൂറുർ റഹീം. റുൻ എന്ന് പറഞ്ഞ തൻവീനിൻ്റെ ഇൻ അവിടെ കാണൂല, പകരം അതിനെ ശബ്ദാക്കി മാറ്റി. ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നാണ് വാക്ക്. നമ്മൾ ഉച്ചരിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയേണ്ടി വരും. അവിടെയും റാ വന്നതുകൊണ്ട് സാക്കിനായ നൂനിന് ശേഷം റാ എന്ന അക്ഷരം വന്നപ്പോൾ ആ സാക്കിനായ നൂനിനെ ഷദ്ദാക്കി മാറ്റി മണിക്കാതെ ഉച്ചരിച്ചതാണ് ആ പ്രയോഗം. നമ്മുടെ പാഠഭാഗത്തിൽ വന്നത് അല്ലവിസ്തഖാമു എന്ന പദമാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അൻ ലൗ ഇസ്തഖാമു എന്നാണ് എന്ന് ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ സാക്കിനായ നൂനും മീമും നൂനും തൻവീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാമുൻ ബിൽ ഉന്ന,
ഇദ്ഗാമുൻ ബിലാഗുൻ. അടുത്തൊരു കാര്യം, നമ്മൾ സാക്കിനായ നൂനെയും തൻവീനെയും പറയുമ്പോൾ തന്നെ സാക്കിനായ മീമുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. സാക്കിനായ മീമ് അത് അതിനുശേഷം വരുന്ന അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ട്, അതായത് സാക്കിനായ മീമിന് ഇപ്പം നൂനിനൊക്കെ ശേഷം ചില അക്ഷരങ്ങൾ വന്നപ്പോൾ ചില നിയമങ്ങൾ, ചില അക്ഷരം വന്നപ്പോൾ വേറെ നിയമങ്ങൾ പറഞ്ഞതുപോലെ സാക്കിനായ മീമിന് ശേഷവും ചില അക്ഷരങ്ങൾ വരുമ്പോൾ അതിനും ഇഖ്ഫ ഉണ്ട്, ഇൽഹാറുണ്ട്, ഇദ്ഗാമുണ്ട്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു മണിച്ചു പറയുക, ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. നേരത്തെ പഠിച്ചത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം എന്തൊക്കെയാണ് നോക്കാം. ഇഖ്ഫാ, അതിൻ്റെ ഇഖ്ഫാ സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട ഇഖ്ഫാ. സാക്കിനായ മീമിന് ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ, ബായോ ബിയോ ബുവോ ഒക്കെ ആവാം, ബാ എന്ന അക്ഷരം വന്നാൽ ആ മീമിനെ, സാക്കിനായ മീമിനെ എന്നുള്ളതിനെ ഇഖ്ഫ ആക്കി പറയണം, ചരിച്ചു ഉച്ചരിക്കണം എന്നർത്ഥം, ഒന്ന് മറച്ചു പറയണം. അത്തരം ഉദാഹരണം നമ്മളുടെ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ 2 ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി പറയാണ്. ഒമാഹും ബി മുഅ്മിനീൻ എന്ന വാക്ക് വായിക്കേണ്ടത് ഒമാഹും ബി മുഅ്മിനീൻ എന്നാകും. നമുക്കറിയുന്നൊരായത്താണ് സൂറത്തുൽ ഫീലിലെ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. അതിൽ മിൻ സിജ്ജീൽ നമ്മൾ സാക്കിനായുമായി ബന്ധപ്പെട്ട വാക്ക്. തർമീഹിം ബിഹിജാറത്തിൻ, തർമീഹിം ബിഹിജാറത്തിൻ എന്ന് നമ്മൾ വായിക്കേണ്ടി വരും. അതാണ് ഇഖ്ഫാ. സാക്കിനായ മീമിന് ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ ആ അക്ഷരത്തെ എന്ത് വയ്ക്കണം? ഇഖ്ഫാ ആക്കി പറയണം, മറച്ചു പറയണം സാക്കിനായ മീമിന്. രണ്ടാമത്തെ കാര്യം, സാക്കിനായ മീമിന് ശേഷം വരുന്ന അൽ ഇദ്ഗാമിനെ കുറിച്ചാണ്. സാക്കിനായ മീമിന് ശേഷമുള്ള ഇദ്ഗാം അതിങ്ങനെയാണ്. സാക്കിനായ മീമിന് ശേഷം ഹർക്കത്തുള്ള മറ്റൊരു മീമ് വരിക, മാ മീമു. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്തഹ് കിസ്ർ ലമ്മാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഫത്തഹ് കിസ്ർ ലമ്മ് ഉള്ള മറ്റൊരു മീമ് വന്നാൽ ആ സാക്കിനായ, ആദ്യം പറഞ്ഞ സാക്കിനായ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ലയിപ്പിച്ച് കട്ടിയാക്കി പറയും. അത് നമ്മുടെ ഈ പാഠത്തിൽ ഒരു ഉദാഹരണം പറയാനില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തില്ല. അതുകൊണ്ട് വേറൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഫീ ഖുലൂബിഹിം മറദുൻ, സൂറത്തുൽ ബഖറയിലാണത്. ഫീ ഖുലൂബിഹിം മറദുൻ ഓതേണ്ടത് ഫീ ഖുലൂബിഹിം മറദുൻ, ഇദ്ഗാമാക്കി പറയണം. അടുത്തത് സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കാര്യം അൽ ഇൽഹാറാകുന്നു, വെളിവാക്കി പറയണം. എങ്ങനെ? നമ്മളിപ്പോൾ 2 അക്ഷരങ്ങൾ പഠിച്ചല്ലോ, ബ എന്ന അക്ഷരവും മീം എന്ന അക്ഷരവും പഠിച്ചു. ഇത് രണ്ടുമല്ലാത്ത ബാക്കി ഏത് അക്ഷരങ്ങൾ വന്നാലും സാക്കിനായ മീമിനെ പൂർണ്ണമായും ഉച്ചരിക്കണം. ഒരു മണിക്കലോ ഒരു ശബ്ദാക്കലോ ഇല്ലാതെ അതിനെ അവിടെ ക്ലിയറാക്കി വ്യക്തമാക്കി പറയണം. അതാണ് സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട ഇൽഹാർ. എന്നാൽ സാക്കിനായ നൂനും തൻവീനുമായി ബന്ധപ്പെട്ട ഇൽഹാർ ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ ഹംസ്, ഹാ, ഐന്, ഹാ, ഒയ്ന്, ഹാ ഇവയിൽ ഏതെങ്കിലും വന്നാൽ ആ സാക്കിനായ നൂനെ തൻവീനെ വെളിവാക്കി പറയേണ്ടതാണ്. ഇതങ്ങനെയല്ല. ബാ, മീമ് എന്നീ അക്ഷരങ്ങളല്ലാത്ത എല്ലാ അക്ഷരങ്ങളും സാക്കിനായ മീമിന് ശേഷം വന്നാൽ ആ സാക്കിനായ മീമിനെ വെളിവാക്കി പറയേണ്ടതുണ്ട്. അതിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഒരു ഉദാഹരണം പറയാൻ ഇല്ലാത്തത് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്ത് നിങ്ങളോട് പറയാം. സിറാത്തല്ലദീന അൻഅംത, സിറാത്തല്ലദീന അൻഅംത, സിറാത്തല്ലദീന അൻഅംത. ആ അൻഅംത എന്ന് പറഞ്ഞാൽ 2 നിയമങ്ങൾ വന്നിട്ടുണ്ട്.
ഒന്ന് സാക്കിനായി നൂനിന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരമായ ഐന് വന്നപ്പോൾ അവിടെ നൂനിനെ വെളിവാക്കി അൻ. ഇനി സാക്കിനായ മീമിന് ശേഷം താ വന്നതുകൊണ്ട് ആ സാക്കിനായ മീമിനെ വെളിവാക്കണം. അൻഅംത അൻഅംത അലൈഹിം. ഇനി സൂറത്തുൽ ഫീലിലെ തന്നെ ഒരു ഉദാഹരണം നമുക്ക് പറയാം. അലം യജ്അൽ കൈദഹും അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഉണ്ടോ? ലാം അലം എന്ന് പറഞ്ഞ ലമ്മിലെ സാക്കിനായ മീമിന് ശേഷം യാ വന്നു, അതുകൊണ്ട് സാക്കിനായ മീമിനെ വെളിവാക്കി. എന്നാൽ ആ മീമിൻ്റെ സ്ഥാനത്ത് ഒരു സാക്കിനായ നൂനായിരുന്നെങ്കിലോ ആ യാഇനെ ഷദ് കൊടുത്തിട്ട് മണിച്ചു പറയേണ്ടി വരുമായിരുന്നു. അത്തരം ഉദാഹരണങ്ങൾ ഇനി വരാൻ പോകുന്ന ഭാഗത്തുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. പഠിച്ചു പോയ ഭാഗത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.